പക്ഷെ അത് സാധ്യമാകുമോ? ഈ പറയുന്ന പോലെ സൂപ്പർ ഫാസ്റ്റിലുമൊക്കെ സൗജന്യം കൊടുത്താൽ എവിടം വരെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അല്ല, ഇത് അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കോംപ്രഹെൻസീവ് റിവ്യൂ നടത്തണം കേരളത്തിൻ്റെ ചിലവുകളെപ്പറ്റി. കേരളം അനാവശ്യമായ ചിലവുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിന് ഒരു ചിലവ് നടത്തുന്നില്ല. എഫിഷ്യൻസി ഒരു കാര്യത്തിലും ഇല്ല. ഇപ്പോൾ ഇന്നലെ എന്ത് തുരുത്താണ്, മലയിടം തുരുത്ത് കോളനി, അവിടെ എത്തിയിരിക്കുന്ന എഗ്രിമെൻ്റ് കണ്ട അവർക്ക് വേറൊരു സ്ഥലത്ത് സർക്കാർ വീട് വെച്ച് കൊടുക്കും. അതുവരെ അവരിവിടെ തന്നെ താമസിക്കും. ഓക്കെ, വെരി ഗുഡ്. ഇമ്മീഡിയറ്റ് എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയാമോ? ഈ പരിപാടി നടക്കാൻ പോകുന്നില്ല. വേറൊരു സ്ഥലം സർക്കാർ കണ്ടെത്താൻ ഇപ്പോഴെങ്ങനെ നടക്കുക? ഇല്ല. കണ്ടെത്തിക്കഴിഞ്ഞാൽ അവിടെ വീട് വയ്ക്കണ്ടേ? നടക്കുമോ സർക്കാരിനെ കൊണ്ട്? ചെയ്യില്ല. ഇനി നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യില്ല. അത് നടക്കണമെങ്കിൽ അതിന് കഴിവുള്ള ഒരു സ്പെഷ്യൽ ഓഫീസറെ അവിടെ വെച്ചിട്ട് 15 ദിവസത്തിനകം സ്ഥലം കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇത്ര ദിവസത്തിനകം വീട് കെട്ടിത്തീരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നടക്കും. ബട്ട് നമ്മുടെ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു ഏർപ്പാടില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇവർ കുടിയിറങ്ങില്ല. മറ്റേ ആൾ വീണ്ടും കോടതിയിൽ പോകും. കോടതി വീണ്ടും കുടിയിറക്കാൻ പറയും. ഈ നാടകം നടന്നുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ നടക്കില്ലെന്നാണ് എൻ്റെ തോന്നൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ. ബട്ട് റോജി എം ജോൺ വലിയ സന്തോഷനായിട്ട് രണ്ടുപേരും സമ്മതിച്ചു. എനിക്കറിയില്ല എങ്ങനെ അവർ സമ്മതിച്ചു എന്ന്. കാരണം ഇവിടെ ഈ മൂലമ്പള്ളി കുടിയിറക്ക് നടത്തിയല്ലോ വല്ലാർപാടം ടെർമിനലിന് വേണ്ടിയിട്ട്, അവരെ പുനരധിവസിപ്പിച്ചോ? ഇതുവരെ തീർന്നിട്ടില്ല. 2019 ഇലക്ഷനിൽ തോമസ് ഐസക്കിനോട് മൂലമ്പള്ളിയെ പറ്റി ചോദിക്കുന്നു മനോരമ ചാനലിൽ. ഐസക് പറയുന്നു, മൂലമ്പള്ളി ഈസ് ആൻ എംബറാസ്മെൻറ്റ്, ലെറ്റ് us നോട്ട് ഡിസ്കസ് ഇറ്റ്. ഇതുവരെ തീർന്നിട്ടില്ല അത്. അപ്പോൾ അത് സർക്കാരുകളിങ്ങനെ ഹൈലി ഇൻഎഫിഷ്യൻ്റാണ്. ഇതെല്ലാം ഇൻഎഫിഷ്യൻസി മീൻസ് മണി. നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇൻഎഫിഷ്യൻ്റ് ആകുന്നതുകൊണ്ട്. എന്നാലും വലിയൊരു സർക്കാർ സംവിധാനം ഉണ്ട് താനും. ശമ്പളവും പെൻഷനും ഒക്കെ കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ആളുകളുണ്ട് താനും. പെൻഷൻ പ്രായം കൂട്ടാമെന്ന് ചോദിച്ചാൽ അതിന് സമ്മതിക്കില്ല. ചെറുപ്പക്കാരുടെ ജോലി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് മുഴുവൻ കേരള സർക്കാർ ജോലി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒന്നുമില്ലല്ലോ, എന്ത് ജോലി? ഞാൻ ഈ അടുത്ത കാലത്തെങ്ങും PSCയുടെ ഒരു പരസ്യം പോലും പത്രത്തിൽ കണ്ടിട്ടില്ല. സാധാരണ പത്രത്തിൽ വരുമല്ലോ ഒരു ഫുൾ പേജൊക്കെ ആയിട്ട് PSC പരസ്യം, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിനിപ്പോൾ പിണറായി വിജയനായിരുന്നു എല്ലാം PSC ഇല്ലാതെ തന്നെ പിൻവാതിൽ ഏർപ്പാടായിരുന്നല്ലോ മൂപ്പരുടെ. അങ്ങനെ ചെയ്തതാണോ എന്നറിയില്ല. നമ്മുടെ സർക്കാർ കൊടുക്കുന്ന എംപ്ലോയ്മെൻറ്റ് ഈസ് വെരി വെരി ലെസ്. അതിന് വേണ്ടിയിട്ട് പെൻഷൻ പ്രായം കൂട്ടില്ല എന്നൊക്കെ പറയുന്നതിൽ അതൊക്കെ റിവ്യൂ ചെയ്യേണ്ടതാണ്. ആളുകളെ വിശ്വാസത്തിലെടുത്ത് ചർച്ച ചെയ്ത് ഏറ്റവും വേഗം. ഇത് സാധാരണ ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോഴുണ്ടല്ലോ എല്ലാവരും പറയുന്ന ഒരു കാര്യം ചെയ്യാം, ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കമ്മീഷനാക്കി വയ്ക്കാം, സിറ്റിംഗ്. അപ്പോൾ അതോടെ ആ പരിപാടി പൊളിഞ്ഞു. പിന്നെ കമ്മീഷനെ വെച്ച് കമ്മീഷന് തോന്നുമ്പോൾ റിപ്പോർട്ട് സമയം തികഞ്ഞില്ല എന്ന് പറയും. അങ്ങനെ പോവുക. എത്ര കമ്മീഷനുകളുണ്ടായി. ഇതിനിടയിൽ ഒരു കാര്യം കൂടി, ആ പങ്കാളിത്ത പെൻഷൻ മാറ്റുമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ നിന്ന് 10 വർഷമായിട്ടുണ്ട്. അതിനൊരു കമ്മിറ്റി എന്തോ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പങ്കാളിത്ത പെൻഷൻ മാറ്റമൊന്നുമില്ല. അല്ലാതെ രാഹുൽ ഗാന്ധി ആണ് ആ പരിപാടി ഹരിയാനയിൽ. ഇത് പങ്കാളിത്ത പെൻഷൻ, ന്യൂ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൻ്റെ ഹരിയാന ഗവൺമെൻറ് ഇതുപോലത്തെ ഒരു പെൻഷൻ സ്കീം ഒക്കെ ആയിരുന്നു. രാഹുൽ ഗാന്ധി അത് പൊളിച്ചു. അതൊരു കൺസെൻസസ് എല്ലാ പാർട്ടിയിലും വന്നതാണ്. രാഹുൽ ഗാന്ധി അത് പൊളിച്ചിട്ട് ഹരിയാനയിൽ പ്രസംഗിച്ചു, ഓൾഡ് പെൻഷൻ സ്കീം OPS കൊണ്ടുവരും ഞങ്ങൾ വന്നാൽ. അപ്പോൾ ഹരിയാനയിലാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെർസെൻറ്റേജ് ജനസംഖ്യയുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹരിയാനയിലാണ്. അവരുടെ വോട്ട് വളരെ നിർണായകമാണ്. അപ്പോൾ ഈ വോട്ട് കോൺഗ്രസ് കൊണ്ടുപോകും എന്നുള്ള സ്ഥിതിയായി. അപ്പോൾ BJPയും ഇങ്ങോട്ട് മാറി, ഓൾഡ് പെൻഷൻ സ്കീം കൊണ്ടുവരുന്നു. അവിടെ കൊണ്ടുവന്നു എന്നറിയില്ല. ഏതായാലും തിരഞ്ഞെടുപ്പിൽ അതൊരു ആയുധമാക്കി മാറ്റി. കേരളത്തിലും അത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ആയുധമാണ്. രണ്ടു കൂട്ടർക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഇത് അപകടമാണ്. ബട്ട്
തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ആയുധമെടുത്ത് ഉപയോഗിക്കും. സർക്കാർ ഉദ്യോഗസ്ഥന്മാരും വളരെ സന്തോഷത്തോടെ വാച്ച് ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ തട്ടും. അവർ വലിയൊരു സംഖ്യയുണ്ട്, എത്ര 10-16 ലക്ഷമോ മറ്റോ ഉണ്ട്. മാത്രമല്ല അവർക്ക് ഈ 16 ലക്ഷം ഉണ്ടെങ്കിലും അവരുണ്ടാക്കി വിടുന്ന നരേറ്റീവിന് 10-40 ലക്ഷം അല്ലെങ്കിൽ 1 കോടി ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റും. ഈ പത്രത്തിൽ വരുന്ന പല വാർത്തകളും ഉണ്ടല്ലോ, അവർക്ക് കിട്ടുന്നതല്ല, അവർക്ക് കൊടുക്കുന്നതാണ്. സർക്കാരിൽ ശരി നീ അങ്ങനെ ചെയ്യല്ല, എന്നാൽ ഞാൻ കാണിച്ചു തരാമെന്ന്. പങ്കാളിത്ത പെൻഷൻ ധനമന്ത്രി പിടിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വരും. അപ്പോൾ ധനമന്ത്രി ആകെ കുഴപ്പത്തിലാകും. അപ്പോൾ അത് ഭയന്നിട്ട് അവർക്ക് അനുകൂലമായ തീരുമാനം എടുക്കേണ്ടി വരും. ഇങ്ങനത്തെ ബ്ലാക്ക് മെയിലും ഒക്കെ സംഭവിക്കുന്നുണ്ട്.